എന്താണ് സാർ നല്ല പടക്കണായില്ല സാർ. എനിക്കെന്താണ്? എനിക്കല്ല, നമ്മളെ കെട്ടിയോക്ക് ഓൾ എപ്പോഴും പറയും നല്ല നാടൻ അയില ഉണ്ടാക്കൊണ്ടിരാന്. നിന്റെ കെട്ടിയൊക്കെ അയില് വാങ്ങാനുള്ള സർക്കാർ വേണ്ടി ഇനിയിപ്പോ 4 അയിലക്കും വേണ്ടി ഞാൻ ടെമ്പോ ബുക്ക് ചെയ്യേ. മധുരം കുറച്ചൊരു ചായ. കഴിക്കാൻ എന്തെങ്കിലും വേണോ? കഴിക്കാനല്ലേ ചായ, അല്ലാതെ കയ്യും കാലം കഴിക്കാനാ? വായ തുറക്കൂ. വായടക്കൂ. അടച്ചു. വേദനയുണ്ടോ? ഇവിടെ ഉണ്ടോ? യോ അമ്മേ, ദേ ഇവിടെയാ ഉള്ളത്. പോയി. ആര്? കരള് പോയി. നീ ഇതുവരെ എന്റെ ഭാര്യയെ കണ്ടിട്ടില്ലല്ലോ. വീട്ടുകാരോട് ചായ കുടിച്ചിട്ട് പോവാ. അതെ, ഞാനും വരാം. രാജേട്ടാ, ഇതെന്റെ ക്ലോസ് ഫ്രണ്ടാണ്. 1ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ്. അതെന്താ നിങ്ങൾ ഓരോ ക്ലാസ് കഴിക്കുമ്പോഴും ബെഞ്ചും കൂടെ കൊണ്ടുപോകാറുണ്ടോ? ഹിന്ദു മുസ്ലിം മതമൈത്രിയുടെ ഒരു മനുഷ്യ ചങ്ങല നമുക്ക് സൃഷ്ടിക്കും. അയ്യോ, ആടാ ജാതി മാറുന്ന സ്നേഹിക്കാൻ പറ്റിയ മോന്ത. സാർ, എന്തായത്? കുറച്ച് ഫ്രൂട്ട്സ്. ഓഹോ, ഞാൻ വിചാരിച്ചു തേങ്ങയാണെന്ന്. ഇതെന്തിനാണെന്നാ ചോദിച്ചത്? തലയെ തെച്ച് കുളിക്കാൻ സാധാരണ അതിനാണ് ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നത്. എനിക്ക് ചന്ത പോരാന്ന് പറഞ്ഞ ചെറുപ്പക്കാരെ പെൺകുട്ടികളെ നിക്കാതെ നടക്കുക. എന്താ ബാബ കേക്കണേ? ഞാൻ പറഞ്ഞ മുഴുവൻ കേൾക്കണ്ടേ? അന്റെ പൈസ വന്നാൽ തീരുന്നവരെ ആ ബ്രോക്കർ കുഞ്ഞാലിനും കൂട്ടി നാട് ചുറ്റിറക്കാനും വാപ്പ. ഇത്ര ചീപ്പാണ് നമ്മളെ വാപ്പാന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. നാളുണ്ടോ നിങ്ങൾക്ക് പൈസ കാലത്ത്? എനിക്കാണെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. എന്താ എന്റെ പേര്? ജബ്ബാർ. എന്താ ജബ്ബാർ നായര അല്ല നമ്പൂരി. അവർക്കല്ലേ ജബ്ബാർ എന്നൊക്കെ പേരുണ്ടാവുക. കടലെന്ന് അന്വേഷിക്കാം. നമസ്കാരം. 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 ഞങ്ങൾ ചതിയംകുളങ്ങര ദേവീക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിക്കാരാ. ഇത് മേൽശാന്തി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ. അസ്സലാമു അലൈക്കും. നിൽക്കാനും ഇരിക്കാനും ഒഴിവില്ലാത്ത ഞാൻ ഇയാള് പിന്നാലെ നടന്നൊരു ചീപ്പ് റേറ്റിന് ഒരു ആന മേടിച്ചു കൊടുത്താ. ആനന്റെ വില കേട്ട ആന വർഗത്തിന് തന്നെ നാണക്കടാ. വല്ല കൊമ്പനാനും വിവരം അറിയണ്ടെങ്കിലേ ഓടിച്ചിട്ട് കുത്തിക്കൊല്ലും. നീ ലെതർ ഫാക്ടറി കടന്നുകൂടിയത് സ്പോർട്സ് കോട്ടയിലായിരിക്കും പറഞ്ഞ് അച്ഛൻ എന്നോട് പഴയ ഓട്ടത്തിന്റെ ചാട്ടത്തിന്റെ സർട്ടിഫിക്കറ്റ് എടുത്തോളാൻ പറഞ്ഞു. എന്റെ അച്ഛൻ പറഞ്ഞത് തെറ്റൊന്നല്ല. ഇന്റെ പണിക്ക് അത്യാവശ്യം സ്പോർട്സ് ഒക്കെ വേണം. പക്ഷെ ഒരൊറ്റ വ്യത്യാസം, എപ്പോൾ ഓടണം, എത്ര മീറ്റർ ഓടണം എന്ന് ആദ്യം പറയാൻ പറ്റൂല. ഇപ്പൊ രാവിലെ 6 മണിക്ക് തിരുപ്പൂരിൽ ഒരു പേഴ്സ് അടിച്ചാൽ അത് ഉച്ചക്ക് കൃത്യം 2:30 മണിക്ക് മദ്രാസിലെത്തണം. ഇത് സ്പോർട്സിലല്ലാണ്ട് പറ്റുമോ? നടക്കാനൊക്കാത്ത ഞാൻ എന്ത് ചെയ്യും? ആളുകൾ പറയുന്നത് ഒരു തുണിക്കടയോ മറ്റോ തുടങ്ങാനാ. അതാവുമ്പോ നടക്കണ്ടല്ലോ, ക്യാഷിലിരുന്നാ മതി. ഞാൻ ജംഗ്ഷനിൽ ഒരു കട നോക്കി വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ തുണിക്കട മാത്രമാക്കണ്ട. അതിന്റെ അടുത്തൊരു സിനിമാളും തൊട്ടടുത്തൊരു പെട്രോൾ പമ്പും ഇവിടെ എവിടെയെങ്കിലും ഒരു 100-300 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് വാങ്ങി തന്ന വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയല്ലോ. കടയിലും പോകണ്ട.